നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSLC ഫിസിക്സിലെ 2024 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുകളുമാണ്. അപ്പോൾ അതിൽ സെക്ഷൻ എയിൽ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ട്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ എന്നുള്ളതാണ്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ നിന്ന് ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പദജോടി ബന്ധം മനസ്സിലാക്കി രണ്ടാം പദജോടി അനുയോജ്യമായി പൂർത്തിയാക്കുക. അപ്പോൾ നമ്മളിവിടെ ബ്രൗൺ എനർജി കോൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ എനർജി എന്ന് പറയുന്നത് കൽക്കരിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗ്രീൻ എനർജി നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? ഗ്രീൻ എനർജി എന്തുമായിട്ട് കണക്ട് ചെയ്യാം? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഗ്രീൻ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. സോളാർ പറയാം, വിൻഡ് എനർജി പറയാം, ടൈഡൽ എനർജി പറയാം. ടൈഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനർജി നമ്മൾ അതിൽ എനർജി കൺവേർഷൻ നടത്തി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ വേവ്സിൽ നിന്ന്, തിരമാലയിൽ നിന്നുണ്ടാക്കാം, ബയോമാസിൽ നിന്നുണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് അതിന് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പറയാവുന്നതാണ്. ഗ്രീൻ എനർജി എന്ന് പറയുന്നത് അതൊരു പൊല്യൂട്ടിംഗ് അല്ലാത്ത എനർജി ആയിരിക്കും. അതുപോലെ തന്നെ മിക്കവാറും എക്സോസ്റ്റിബിൾ അല്ലാതെ നോൺ എക്സോസ്റ്റിബിൾ ആയിട്ടുള്ള എനർജി ആയിരിക്കും, ഇൻഎക്സോസ്റ്റിബിൾ ആയിട്ടുള്ള. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എടുക്കാം. ഇഫ് ദ നിയർ പോയിന്റ് ഓഫ് എ പേഴ്സൺ ഇസ് 25 സെൻറ്റിമീറ്റർ ആൻഡ് ദി ഫാർ പോയിന്റ് ഈസ് നോട്ട് ഇൻഫിനിറ്റി, ദെൻ ഹിസ് ഐ ഹാസ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ്റെ സാധാരണ ഒരാളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത്, നിയർ പോയിന്റ് അതേപോലെ ഫാർ പോയിന്റ്, 2 പോയിന്റ് ഉണ്ട്. എന്താ നിയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന, ഒരാൾ കണ്ണുകൊണ്ട് കൃത്യമായിട്ട് അയാൾക്ക് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന എത്ര മിനിമം ഡിസ്റ്റൻസിൽ വെച്ചാൽ വ്യക്തമായിട്ട് കാണുക, അതിനെയാണ് നമ്മൾ 25 സെൻറ്റിമീറ്റർ, നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ അതിന് നിയർ പോയിന്റ് എന്ന് പറയാം. ഏറ്റവും അടുത്ത് 25 സെൻറ്റിമീറ്റർ അകലത്തിൽ വെച്ചാലാണ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുക. ഏറ്റവും ദൂരെ എത്രത്തോളം വെക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാർ പോയിന്റ് എന്ന് പറയുക. നമ്മൾ സാധാരണ അനന്തത എന്ന് മലയാളത്തിലും ഇൻഫിനിറ്റി എന്ന് ഇംഗ്ലീഷിലും നമ്മൾ അതിനെ പറയും. ആ പോയിന്റിന് എത്ര ദൂരെ വേണമെങ്കിലും, വളരെ ദൂരം എന്നുള്ളതിനാണ് ഇൻഫിനിറ്റി എന്ന് പറയുക. അപ്പോൾ ഇതാണ് സാധാരണ ഒരു നോർമലായിട്ടുള്ള ഒരു കാഴ്ചയുള്ള ഒരാളുടെ കണ്ണിനെ സംബന്ധിച്ച് പറയാവുന്നത്. അതേസമയം നമുക്ക് പല തരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ മയോപ്പിയ എന്ന് പറയാം, അതേപോലെ തന്നെ ഹൈപ്പറോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞ് ഹൈപ്പർ മെട്രോപ്പിയ. ഇങ്ങനെ ഈ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ, മയോപ്പിയ എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഷോർട്ട് സൈറ്റഡ്നെസ് എന്നും പറയാം. ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹ്രസ്വ ദൃഷ്ടി എന്ന് പറയാം. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നതിനെ നമുക്ക് ലോങ് അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ദീർഘ ദൃഷ്ടി എന്ന് പറയാം. അതായത് മയോപ്പിയയിൽ ഇയാൾക്ക് അടുത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓൺലി സീസ് നിയർ ഒബ്ജക്റ്റ്, അടുത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഹൈപ്പർ മെട്രോപ്പിയയിൽ ഓൺലി നിയർ ഒബ്ജക്റ്റ് കാൺഡ് ബി സീൻ. നിയർ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയർ ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ അതിന് സൊല്യൂഷൻ, പരിഹാര മാർഗ്ഗങ്ങളുണ്ട്. അതേപോലെ ഇതിൻ്റെ നിയർ പോയിന്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ മയോപ്പിയനെ സംബന്ധിച്ചിടത്തോളം അടുത്തുള്ളതേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അയാളുടെ നിയർ പോയിന്റ് ഓക്കെയാണ്. നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ഓക്കെയാണ്. അതേസമയം അയാളുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇൻഫിനിറ്റിയേക്കാളും എന്തായിരിക്കും, ചെറുതായിരിക്കും. ഇൻഫിനിറ്റി വരെയൊന്നും കിട്ടൂല അയാൾക്ക്. ഇൻഫിനിറ്റിയേക്കാളും ചെറിയ ഒരു വാല്യൂ ആയിരിക്കും അയാളുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. അതേസമയം ഹൈപ്പർ മെട്രോപ്പിയ, ദീർഘദൃഷ്ടിയുള്ള, ലോങ് സൈറ്റുള്ള, ഫാർ സൈറ്റഡ്നെസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കേസിൽ നമുക്ക് പറയാം നിയർ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഈ 20. ഫാർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെയുള്ളത് അയാൾക്ക് വ്യക്തമായിട്ട് കാണാം, പക്ഷേ അടുത്തുള്ളത് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ 25 സെൻറ്റിമീറ്റർ നിയർ പോയിന്റ് വെച്ച് അയാൾക്ക് കാണാൻ പറ്റില്ല. നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്റർ അല്ല, അതെന്തായാലും 25 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ ആയിരിക്കുന്നുണ്ടാവും. 50 സെൻറ്റിമീറ്ററോ 30 സെൻറ്റിമീറ്ററോ 60 സെൻറ്റിമീറ്ററോ അങ്ങനെ
25-നേക്കാളും കൂടിയ ഒരു വാല്യൂ ആയിരിക്കും നിയർ പോയിന്റ് ഉണ്ടാവുക. കാരണം അയാൾക്ക് അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അപ്പോൾ 25-ൽ കാണാൻ പറ്റില്ല, 30-ലോ 40-ലോ 50-ലോ 60-ലൊക്കെ ആയിരിക്കും അയാൾക്ക് നിയർ പോയിന്റ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന മിനിമം പോയിന്റ്. എന്നിട്ട് നമുക്ക് ഫാർ പോയിന്റ് നമുക്ക് എന്ത് തന്നെ പറയാം, ഇൻഫിനിറ്റി തന്നെ പറയാം യൂഷ്വലി. അതിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുക, മയോപ്പിയയുടെയും ഹൈപ്പർമെട്രോപ്പിയയുടെയും കാര്യം. ഇനി മയോപ്പിയ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ അതിനെ നമുക്ക് മയോപ്പിയയെ ഒഴിവാക്കാം, ഹൈപ്പർമെട്രോപ്പിയയെ എങ്ങനെ ഒഴിവാക്കാം, അതിനെ പരിഹാരം എന്താണ്, റെമഡി എന്താണ് എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. രണ്ടാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യത്തിനകത്ത് ഇഫ് ദ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്റർ, ഫാർ പോയിന്റ് നോട്ട് ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കേസ് തന്നെ എടുക്കുക. ഇവിടെ നോക്കൂ, നിയർ പോയിന്റ് 25 തന്നെയാണ്, പക്ഷേ ഫാർ പോയിന്റ് എന്തല്ല, ഇൻഫിനിറ്റി അല്ല. ഇൻഫിനിറ്റി അല്ല എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ഓപ്ഷൻ ഇൻഫിനിറ്റിയേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ്. അതേസമയം ഇൻഫിനിറ്റിയേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഇതിൻ്റെ അർത്ഥം എന്താ, നോട്ട് ഇൻഫിനിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഏതായിരിക്കും ഇയാളുടെ ഡിസോർഡർ എന്ന് പറയുന്നത്, മയോപ്പിയാണ്. അയാൾക്ക് അടുത്തുള്ളത് കാണാൻ പറ്റും, പക്ഷേ ദൂരെയുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയാണ് അയാളുടെ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഇയാളുടെ കണ്ണിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്ന് നമ്മളിവിടെ മലയാളത്തിൽ പറഞ്ഞു, നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്റർ, ഫാർ പോയിന്റ് അനന്തത അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയാൾക്ക് ഏതാണ്, ഹ്രസ്വദൃഷ്ടിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഹ്രസ്വദൃഷ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹൈപ്പർ മെട്രോപ്പിയാണ്, ഇത് മയോപ്പിക് ഐ ആണ്. ഹൈപ്പർ മെട്രോപ്പിയ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇമേജ് ഫോർമേഷൻ കറക്റ്റ് ഇത് ഫോം ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ നമ്മളൊരു ഗ്രീൻ കളർ കൊടുത്ത് കാണിക്കുകയാണ്. ഇവിടെയാണ് റെറ്റിന എന്ന് പറയുന്ന സാധനം. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ലെൻസ്. ഈ ഭാഗമാണ് കോർണിയായിട്ട് വരിക. അപ്പോൾ കോർണിയയിൽ കൂടെ ലൈറ്റ് നമുക്കൊരു ഒബ്ജക്റ്റിനെ ഒരാൾ കാണുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് അഥവാ പ്രകാശരശ്മി, ലൈറ്റ് റേ നമ്മുടെ കണ്ണിലെ കോർണിയയിൽ കൂടെ കടന്ന് ലെൻസിലെ കൂടെ കടന്ന് നമ്മുടെ ഈ റെറ്റിനയിൽ പതിക്കണം. പക്ഷേ റെറ്റിനയിൽ തന്നെയാണ് കൃത്യമായിട്ട് പതിക്കേണ്ടത്. ഈ ലെൻസ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് എവിടെ കൊണ്ടുവയ്ക്കണം, ഈ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ റെറ്റിനയിൽ ചില സമയത്ത് റെറ്റിനയുടെ ബിഹൈൻഡ് ദ റെറ്റിനയുടെ പിറകിൽ അഥവാ ഈ കാണിച്ചിരിക്കുന്ന പോയിന്റിലായിരിക്കും ചിലപ്പോൾ ഫോക്കസ് ചെയ്യുക. ചില സമയത്ത് അത് ഈ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന, കണ്ടോ, റെറ്റിനയുടെ മുൻഭാഗത്തായിട്ടാണ്, റെറ്റിനയിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഫോക്കസ് ചെയ്യും. അവിടെ ഇമേജ് ഫോർമേഷൻ നടക്കും. അപ്പോൾ ശരിക്കും കറക്റ്റ് ഇമേജ് ഫോർമേഷൻ എവിടെയാണ് നടക്കേണ്ടത്, കറക്റ്റ് ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്, അതായത് റെറ്റിനയിലാണ് കറക്റ്റ് ഇമേജ് ഫോർമേഷൻ വേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഹൈപ്പർ മെട്രോപ്പിക് ആയിട്ടുള്ള ഐ എന്ന് പറയുന്നത്, ദീർഘദൃഷ്ടിയുള്ള ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ദൂരെയുള്ളത് കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോം ചെയ്യും. അതേസമയം അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേ അടുത്തുള്ള ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ അയാളുടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ഇവിടെയാണ്, അതായത് ഈ ബിഹൈൻഡ് ദ റെറ്റിനയാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഐബോളിൻ്റെ ലെങ്ത്ത് ഷോർട്ട് ആകുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഈ ലെൻസിൻ്റെ ഫോക്കസിങ് പവർ എന്ന് പറയുന്നത് കുറവായതുകൊണ്ടാവാം. ലെൻസിൻ്റെ ഫോക്കസിങ് പവർ കുറവായതുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി ഫോക്കസ് ചെയ്തത്, അല്ലെങ്കിൽ ഐബോളിൻ്റെ ലെങ്ത്ത് കുറവായതുകൊണ്ടാകാം അത് അപ്പുറത്ത് പോയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ഫോക്കസിങ് കൂട്ടണം, ലെൻസിൻ്റെ ഫോക്കസിങ് കൂട്ടാനായിട്ട് ഈ ഒരു ഇമേജ് നോക്കുക. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചു. കോൺവെക്സ് ലെൻസ് നമ്മുടെ കണ്ണിൻ്റെ മുൻഭാഗത്തായിട്ട് വെച്ചു. അപ്പോൾ വെച്ചപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഒരു കൺവേർജിങ് ലെൻസാണ്. അപ്പോൾ കൺവേർജിങ് ലെൻസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ഒന്നുകൂടെ കൺവേർജ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്ന കറക്റ്റ് റെറ്റിനയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അപ്പുറത്ത് പോയിട്ട് കൺവേർജ് ചെയ്തിരുന്ന സംഭവം, അപ്പുറത്ത് പോയിട്ട് ഫോക്കസ് ചെയ്തിരുന്ന സംഭവത്തിനെ കറക്റ്റ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാൻ അതുകൊണ്ട് നമുക്ക് പറയാം കൺവേർജിങ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ഹൈപ്പർ മെട്രോപ്പിക് ഐക്ക്, അതായത് ദീർഘദൃഷ്ടിയുള്ള ലോങ് സൈറ്റ് ഐക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മയോപ്പിക് ആയിട്ടുള്ള ഐ ആണ്. നമ്മൾ പറഞ്ഞു മയോപ്പിക് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് കൃത്യമായിട്ട് കാണാം, വ്യക്തമായിട്ട് കാണാം, പക്ഷേ ദൂരെയുള്ളത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദീർഘദൃഷ്ടി അല്ല, ഹ്രസ്വ ദൃഷ്ടിയാണ്. അപ്പോൾ അടുത്തുള്ളത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ദൂരെയുള്ളതിൽ ഈ ഒരു ചിത്രത്തിൽ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ആണ്. അത് വന്നിട്ട് ഇവിടെ ഈ പോയിന്റിൽ, അതായത് റെറ്റിന എന്ന് പറയുന്നത് ഇവിടെയാണ്, പക്ഷേ റെറ്റിനയ്ക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന ഇവിടെ ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് ഫോക്കസ് ചെയ്യുന്നു, അവിടെ ഇമേജ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ദൂരെ നിന്നും ഇതുപോലെ ലൈറ്റ് റേസ് വരുമ്പോൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന കാരണം അയാൾക്ക് അവിടെ എന്ത് സംഭവിക്കില്ല,
ആൾക്ക് കറക്റ്റ് ഇമേജ് ദൂരെയുള്ള സാധനത്തെ കാണാൻ സാധിക്കില്ല. കാരണം ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്ക് മുമ്പാണ്, ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയാണ്. അപ്പം അതിന് കാരണം ഈ ഒരു ഐബോളിൻ്റെ ലെങ്ത്ത് ലോങ്ങർ ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെ പവർ കൂടുതലായതുകൊണ്ടായിരിക്കും, സ്ട്രോങ്ങർ ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഫോക്കസ് ചെയ്ത് ഇവിടെ വെക്കുന്നത്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഒന്ന് ഫോക്കസ് ചെയ്യിപ്പിക്കരുത്. ഫോക്കസ് ചെയ്ത സാധനത്തിനൊന്ന് ഡൈവേർജ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അത്രയും ശക്തിയിൽ ഫോക്കസ് ചെയ്യേണ്ട, കുറച്ച് അപ്പുറത്ത് ഇവിടെ റെറ്റിനയിൽ കൊണ്ടുപോയി ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, ഇവിടെ ഒരു ഡൈവേർജിങ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസ് നമ്മൾ വെക്കുന്നു. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ലൈറ്റ് റേസിനെ കുറച്ച് ഡൈവേർജ് ചെയ്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യിപ്പിക്കുന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനെ സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ മയോപ്പിക് ഐക്ക് നമ്മൾ സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഡൈവേർജിങ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ ഈ പോയിന്റൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. സോ ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആ ഒരു ആൻസറും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാവുന്നതും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇനി അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു, രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇംഗ്ലീഷിലും ഒന്നാമത്തെയും അതേപോലെ രണ്ടാമത്തെയും കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ചോദ്യമാണ്. നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ദ ന്യൂക്ലി ഓഫ് ഗ്രേറ്റർ മാസ് ആർ സ്പ്ലിറ്റ് ഇൻ ടു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസുകൾ എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ഒരു ഗ്രേറ്റർ മാസ് ഉള്ള ന്യൂക്ലിയസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്, ചെറിയ ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ഫിഷൻ നടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവം സ്പ്ലിറ്റ് ആയിട്ട് ചെറിയ 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 ന്യൂക്ലിയസുകളായിട്ട് മാറും. ഇതാണ് ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം, ഇത് എവിടേക്കാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഉള്ളത്? ആറ്റം ബോംബിൽ നമ്മൾ ഈ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ഫിഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതുപോലെ ലൈറ്റർ ന്യൂക്ലിയസുകൾ കുറേ കൂടി ചേർന്ന് വലിയൊരു ന്യൂക്ലിയസ് ഉണ്ടാകുന്നതാണ് ഫ്യൂഷൻ എന്ന് പറയാം. ഹൈഡ്രജനൊക്കെ കൂടി ചേർന്ന് ഹീലിയം ഉണ്ടാവുന്നൊക്കെ പറയില്ലേ? അത് നമ്മൾ സണ്ണിൽ നടക്കുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇതാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് തന്നെ ഇവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കിയിട്ട് മാറ്റുന്ന പ്രവർത്തനം. അതിനെന്താ പറയുക? ന്യൂക്ലിയർ ഫിഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടെ ഇവിടെ നിന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഇതുപോലെയുള്ള ഡിസീസുകൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഈ പ്രസ് ബയോപ്പിയയുടെ കേസിലും നമ്മൾ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് റെറ്റിനയുടെ പിന്നിലാണ്. ഇവിടെ ആയിട്ട് വരിക, ബിഹൈൻഡ് ദ റെറ്റിനയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെയുള്ള കാരണമല്ല. ഇവിടെ ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ലെൻസ്. ഈ ലെൻസിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഇവിടെയുള്ള ഈ സീലിയറി പേശികളാണ്. സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികളാണ് ഈ ലെൻസിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ലെൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുന്നത്, ഒന്ന് മൂവൊക്കെ ചെയ്യിപ്പിച്ച് ഫ്ലെക്സിബിൾ ആക്കുന്നത്, അങ്ങനെ ലെൻസിനെ ഫോക്കസ് ചെയ്യാൻ അതിൻ്റെ ഫോക്കസിങ്ങിനെയൊക്കെ സഹായിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന സീലിയറി പേശികളാണ്, സീലിയറി മസിൽസ് ആണ്. അപ്പോൾ ഈ സീലിയറി പേശികൾ അതിൻ്റെ ചിലപ്പോൾ പ്രായമാവും. ഇപ്പം എബവ് 40 years ഏജ് വരുമ്പോഴാണ്, 40 വയസ്സിന് മുകളിലൊക്കെ ആകുമ്പോഴാണ് സാധാരണ ഇത് കണ്ടുവരുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഫങ്ഷനിങ്ങിന്, അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് ചെറിയ എന്താ പറയുക, അതിൻ്റെ ഏജിങ് കാരണം, വയസ്സാകുന്നത് കാരണം അതിന് ചില തകരാറുകളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ശക്തി കുറയുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറയുമ്പോൾ ഈ ലെൻസിന് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ലെൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി അത് നഷ്ടപ്പെടും. അങ്ങനെ അത് ഹാർഡനാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഘനമുള്ളതായിട്ട് മാറി ലെൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുന്നു എന്ന് എഴുതുക. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലെൻസിന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കറക്റ്റായിട്ട്. അപ്പോൾ അത് റെറ്റിനയുടെ പിറകിൽ പോയിട്ട് ഫോക്കസ് ചെയ്യും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യുക? റെറ്റിനയുടെ പിറകിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ഥലത്ത് ഫോക്കസ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം എന്ത് ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുക? കൺവേർജിങ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസാണ്. ഇനി ചില കേസുകളിൽ അടുത്തുള്ളതും കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഏജിങ് കാരണമാണ്. അതേപോലെ സീലിയറി മസിൽസിൻ്റെയൊക്കെ ആ ഒരു ഏജിങ് ആവുന്ന കാരണം ഉണ്ടാവുന്നതാണ്. ചില കേസിൽ അടുത്തുള്ളത് ഇവർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക്
അടുത്തുള്ളത് കാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? കോൺകേവ് ലെൻസ് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടെ ദൂരെയുള്ളത് കാണാം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അത് എവിടെയാണ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ദൂരെ നിന്നും വരുന്ന റേസിനെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കറക്റ്റായിട്ട് എവിടെ ഫോക്കസ് ചെയ്തേ? ഹൈപ്പർ മയോപ്പിക്കിൻ്റെ കേസിൽ, ദൂരെ നിന്നും വരുന്ന കേസിൽ അതെന്ത് ചെയ്യില്ല, കറക്റ്റ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അത് അടുത്തായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ ഹൈപ്പർ മെട്രോപ്പിക്കിൻ്റെ കേസിൽ അടുത്ത് നിന്നും വരുന്നതിന് വളരെ റെറ്റിനയുടെ പിന്നിലായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈപ്പർ മെട്രോപ്പിക്കിനെ പോലെ തന്നെ റെറ്റിന പിറകിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാണില്ല? അടുത്തുള്ളത് കാണില്ല, ദീർഘദൃഷ്ടിയാണ്, അടുത്തുള്ളത് കാണില്ല. ഇനി ചില കേസിൽ ദൂരെയുള്ളതും കാണാൻ പറ്റില്ല, അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞത് മാറിപ്പോയി തോന്നുന്നു. അപ്പോൾ ഇവിടെ ഈ ഹൈപ്പർ മെട്രോപ്പിക്കിനെ പോലെയുള്ള കേസാണ്, അതായത് അടുത്തുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, അത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാരണം അത് ദീർഘദൃഷ്ടിയാണ്. അപ്പോൾ ചില കേസിൽ എന്ത് ചെയ്യില്ല, ദൂരെയുള്ളതും കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് അതിനെ നേരെ ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് കോൺകേവും താഴെ ഭാഗത്ത് കോൺവെക്സും, അതായത് കോൺകേവും കോൺവെക്സും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലെൻസാണ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടോ ചില കേസുകളിൽ ദൂരെയുള്ളതും അടുത്തുള്ളതും കാണാൻ പറ്റാത്തപ്പോൾ ബൈഫോക്കൽ ലെൻസ് ഉപയോഗിച്ചുകൊണ്ടോ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്ന അസുഖത്തെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അത് ഏജിങ് കാരണം ഉണ്ടാകുന്ന അസുഖമാണ്, സീലിയറി മസിൽസിൻ്റെ ശക്തി കുറയുന്ന കാരണം ഉണ്ടാകുന്ന അസുഖമാണ്. ഇനി ഇതേപോലെ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത് ശരിക്കും അത് നമ്മൾ അതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സിലിണ്ട്രിക്കൽ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടാണ്. സിലിണ്ട്രിക്കൽ ഗ്ലാസ് ആണ് അതിൻ്റെ ഒരു റെമഡി, പരിഹാരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേർത്ത് വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ പവർ ഓഫ് എ ലെൻസ് ഇസ് +2D, ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് 1/ഫോക്കൽ ലെങ്ത് ആണ്. 1/ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റേഴ്സ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ഒക്കെ പറയാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പവർ കാണാനായിട്ട് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത്തിലുള്ള മീറ്ററിലുള്ള ഫോക്കൽ ലെങ്ത് അതിനെ 1/, അഥവാ വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് പവർ അല്ല, പവർ തന്നിട്ടുണ്ട്. ഈ പവർ നമുക്ക് തന്നിട്ടുണ്ട്, ഇതിൻ്റെ വാല്യൂ എത്രയാണ്? +2 ആണ്. അങ്ങനെയെങ്കിൽ ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ എത്രയാ? ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ എന്ന് പറയുന്നത് 1/, പവർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/, +2 ആണ് എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറയുന്നത് 1/2 അല്ലേ? 1/2 ആണ് എന്ത്? ഫോക്കൽ ലെങ്ത് എപ്പോഴും മീറ്റർ. അപ്പോൾ 1/2 മീറ്റർ ആണ്, അല്ലെങ്കിൽ 0.5 മീറ്റർ ആണ്. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെൻറ്റിമീറ്ററാ? 100 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1/2 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ 1/2 മീറ്റർ എത്രയാണ്? 1/2 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 × 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1/2 മീറ്റർ 50 സെൻറ്റിമീറ്റർ ആണ്. 0.5 അല്ലെങ്കിൽ 1/2 × 100 ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻസർ ഇതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി അതിന് മലയാളത്തിലും ഇംഗ്ലീഷിലും സെയിം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പവർ, അതേപോലെ തന്നെ ഫോക്കസ് ദൂരം. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരം. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓഫ് 3 കുളൂം, 3 കുളൂമാണ്, ബിറ്റ്വീൻ പോയിന്റ് 6 and y is 12 joule. The potential difference between these points is, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ മലയാളത്തിൽ XY എന്നീ 2 ബിന്ദുക്കൾക്കിടയിൽ 3 കുളൂം ചാർജിനെ നീക്കുന്നതിന് 12 ജൂൾ പ്രവൃത്തി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ്? അപ്പോൾ നമ്മൾ ഇത് എടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, വൈ എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇതാണ് എക്സ്, ഇതാണ് വൈ. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എനിക്ക് എന്തിനെ മൂവ് ചെയ്യണം? ഇവിടെ വെച്ചിട്ടുള്ള 3 കുളൂം ചാർജിന്. ഇതാണ് 3 കുളൂം ചാർജ്. കൂളമ്പ് എന്ന് പറയാം, കുളൂം ചാർജ്. കുളൂം എന്നാണ് ഞാൻ പറയുന്നത്, കൂളമ്പ് എന്ന് പറയാം. അപ്പോൾ ഈ കൂളൂം എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ യൂണിറ്റാണ്. ഈ 3 കുളൂം ചാർജിന് എക്സിൽ നിന്നും വൈയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിനും വൈക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഞാൻ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് PD എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് വർക്ക് ഡൺ അഥവാ പ്രവൃത്തിയാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്രവൃത്തിയാണ്. എന്തിനുള്ള പ്രവൃത്തി? ഒരു കുളൂം ചാർജിനെ നീക്കാൻ ആവശ്യമായ പ്രവൃത്തി വർക്ക് ഡൺ ആണ്.
സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് the work done to move a unit charge. Unit charge എന്ന് പറഞ്ഞാൽ 1 coulomb charge from one point to another point. അപ്പോൾ നമുക്കറിയാം ഇവിടെ 3 കുളൂം ഇങ്ങോട്ട് നീക്കാൻ ആവശ്യമായിട്ടുള്ളത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 12 ജൂളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 3 കുളൂമിനെ നീക്കാൻ 12 ജൂൾ. അപ്പം വർക്ക് ഡൺ തന്നെയാണ് ആര്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്തിന്? വർക്ക് ഡൺ ഫോർ 1 കുളൂം ചാർജ് നീക്കാൻ. വർക്ക് ഡൺ ഫോർ മൂവിങ് 1 കുളൂം ചാർജ്. മനസ്സിലായോ പറഞ്ഞത്? അതായത് 3 കുളൂം ചാർജിന് നീക്കുമ്പോൾ നമ്മൾ അതിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയില്ല, വർക്ക് ഡൺ എന്ന് തന്നെ പറയുള്ളൂ. പക്ഷെ 1 കുളൂം ചാർജിന് നീക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വർക്ക് ഡണ്ണിന് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നും കൂടെ പറയാറുണ്ട്. അതായത് പ്രവൃത്തി എന്ന് പറയുന്ന സംഭവം ഒരു യൂണിറ്റ്, 1 കുളൂം ചാർജിന് നീക്കാൻ ആവശ്യമായ പ്രവൃത്തിയാണെങ്കിൽ ആ പ്രവൃത്തിനെ നമുക്ക് എന്ത് പറയാം? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ലോജിക്കലി നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ലോജിക്കലി 3 കുളൂം ചാർജിനെ നീക്കാൻ നമുക്ക് എത്ര ജൂളാ? 12 ജൂൾ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് വർക്ക് ഡൺ എന്ന് തന്നെ നമ്മൾ പറയുള്ളൂ. അതേസമയം 1 കുളൂം ചാർജിനെ ഇങ്ങോട്ട് നീക്കാൻ എത്ര എനർജി ആവശ്യമായിട്ടുണ്ട്? അതിനെ പിന്നീട് നമ്മൾ എന്തല്ല പറയുക? വർക്ക് ഡൺ എന്നല്ല പറയാം. പിന്നെന്താ നമ്മൾ പറയുക? അതിനെ നമ്മൾ പറയുന്ന പേര് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നാണ്. അപ്പോൾ എത്ര? 3 കുളൂമിനെ നീക്കാൻ 12 ജൂൾ. അപ്പോൾ 1 കുളൂമിനെ നീക്കാൻ എത്രയാ? ഇത് എന്താ ചെയ്തത്? 3/3 ആണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും 12/3 ജൂൾ പെർ കുളൂം അഥവാ 4 ജൂൾ പെർ കുളൂം. ഈ ജൂൾ പെർ കുളൂം എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടിയത്? ജൂള് ഡിവൈഡഡ് ബൈ ഈ കുളൂം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുക? വോൾട്ട് എന്നും പറയുന്നത്. അതിന് തന്നെയാണ് വോൾട്ട്. 1 ജൂൾ പെർ കുളൂം എന്ന് പറഞ്ഞാൽ 1 വോൾട്ട്. അപ്പോൾ 4 വോൾട്ടാണ്. ഇനി ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട. അല്ലാതെ തന്നെ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. W ഇസ് ഈക്വൽ ടു QV. QV എന്ന് ആലോചിച്ചാൽ മതി. W കറന്റ് QV എന്ന് ആലോചിച്ചാൽ മതി. W. അപ്പോൾ ഇവിടെ നമ്മൾ Q എന്ന് പറഞ്ഞാൽ ചാർജാണ്. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യലാണ്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി അല്ലെങ്കിൽ വർക്കാണ്. അപ്പോൾ നമുക്കിവിടെ ഈ പ്രവൃത്തിയും നമുക്ക് തന്നിട്ടുണ്ട്, അഥവാ വർക്ക് തന്നിട്ടുണ്ട്, ചാർജും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? V ആണ്, പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. അതെന്താ കിട്ടുക? W/Q ചെയ്താൽ മതി. എത്രയാണ് W എന്ന് പറയുന്നത്? 12 ജൂളാണ് പ്രവൃത്തി. Q എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 3 കുളൂമാണ്. അപ്പോൾ അപ്പോഴും എന്ത് കിട്ടി? 4 ജൂൾ പെർ കുളൂം അഥവാ അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 4 വോൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ 2 രീതി ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്, അത് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനുള്ളത്. ചാർജ് എന്ന് പറയുന്നത് 3 കുളൂമാണ്. വർക്ക് ഡൺ ടു മൂവ് ചാർജ് എക്സിനും വൈക്കും ഇടയ്ക്ക് ആവശ്യമായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് 12 ജൂൾ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? 12 ജൂളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? V ഇസ് ഈക്വൽ W/Q. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടി. ഇനി ഇവിടെയുള്ളത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, 4, 5. ഇനി സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും നേരത്തെ 1 മാർക്കാണെങ്കിൽ ഇപ്പോൾ 2 മാർക്കാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക. ഒരു കണ്ടക്ടർ ഉണ്ട്, AB എന്നാണ് കണ്ടക്ടറിൻ്റെ പേര്. അതിങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് തൂക്കിയിട്ടിരിക്കുകയാണ് ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് എ യു മാഗ്നറ്റ്. യു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് യു മാഗ്നറ്റ്. ഇങ്ങനെ യു ഷേപ്പിലായിട്ട് ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ. എന്നിട്ട് ആ യു മാഗ്നറ്റിൻ്റെ ഇടയിലായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? അതിൽ കൂടെ ഇങ്ങനെ ഇടയിലായിട്ട് നമ്മളൊരു AB എന്ന് പറയുന്നൊരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ആ കണ്ടക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു DC സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. DC സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മലയാളം ഇതേപോലെ ഇവിടെ ഉണ്ട്. ഒരു DC സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിട്ടുള്ള AB എന്ന ചാലകം അത് സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു യു ഷേപ്പിലുള്ള കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ തൂക്കിയിട്ടിരിക്കുന്നു. അതാണ് ഈ ചിത്രം. അതാണ് നമ്മൾ ഇവിടുത്തെയും ചിത്രം. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇത് മാത്രം എടുത്ത് വേറെ കാണിച്ചു. ഇതാണ് നമ്മുടെ മാഗ്നറ്റ്. ഓക്കെ. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു കണ്ടക്ടർ വെച്ചു. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലമുണ്ട്. ഞാൻ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിന് MF എന്ന് എഴുതുകയാണ് എളുപ്പത്തിന്. MF. അതേപോലെ ആ കണ്ടക്ടർ ഇതിലൂടെ ഒരു DC സോഴ്സ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ എന്ത് വരും? കറണ്ട് വരും. DC സോഴ്സ് വെച്ചാൽ കറണ്ട് വരും. അപ്പോൾ ഇതിൽ കൂടെ എന്ത് പോകുന്നുണ്ട്? ഒരു കറണ്ട് I എന്ന് കാണിക്കുകയാണ് കറണ്ട്. അപ്പോൾ ആരൊക്കെയുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലമുണ്ട്. അതുപോലെ വൈദ്യുത പ്രവാഹം, കറണ്ട് ഉണ്ട്. രണ്ടും ഞാനിങ്ങനെ I എന്നും MF എന്നും പറഞ്ഞ് കാണിക്കുകയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കാന്തിക മണ്ഡലം, I കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വൈദ്യുതധാര അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹം എന്ന് പറയും. അത് രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് സംഭവിക്കും. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചാൽ, അഥവാ ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകം വെച്ച് കഴിഞ്ഞാൽ ആ ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടുകയും ആ ചാലകം ചലിക്കുകയും ചെയ്യും. അങ്ങനെയല്ലടാ. അപ്പൊ എ ബി എന്ന് പറയുന്ന ഈ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? അത് മൂവ് ചെയ്യുന്നു, അത് ചലിക്കുന്നു. എന്താ ചലിക്കാൻ കാരണം? കാരണം അവിടെ ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന എ ബി എന്ന് പറയുന്ന കണ്ടക്ടറാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള കാരണം ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. അതിലാണ് നമ്മൾ ഈ എ ബി എന്ന് പറയുന്ന റെഡ് കളറിലുള്ള ചാലകം വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചാലകത്തിൽ കൂടെ ഒരു കറണ്ട് കടന്നു പോകുന്നുണ്ട്, വൈദ്യുത പ്രവഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും, ഒരു ബലം ഉണ്ടാവും. അപ്പോൾ എ ബി എന്ന് പറയുന്ന ചാലകം മൂവ് ചെയ്യും.